എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അസേഷൻസ് ബ്രൂണോയിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അസേഷൻസ് API ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു API ജസ്റ്റ് ഹിറ്റ് ചെയ്ത് റെസ്പോൺസ് നമ്മൾ വ്യൂ ചെയ്തുകൊണ്ട് മാത്രം ആ API കറക്റ്റായി വർക്ക് ആകുന്നുണ്ട് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. മറിച്ച് അസേഷൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഒരു APIയുടെ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ അസേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രൂണോയിൽ സ്റ്റാറ്റസ് കോഡ് അസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ res.status എന്നുള്ളതാണ്. res എന്നുള്ള റെസ്പോൺസിന്റെ res ആണ്. അപ്പോൾ ഡോട്ട് സ്റ്റാറ്റസ് എന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് കോഡ് അസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് തിരിച്ചു കിട്ടുന്ന റെസ്പോൺസ് ബോഡിയിലെ ഒരു പർട്ടിക്കുലർ കീ ആണ് നമുക്ക് അസേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷൻ res.body.key എന്നുള്ളതാണ്. കീ എന്ന് ഉദ്ദേശിക്കുന്നത് റെസ്പോൺസ് വരുന്ന ഏത് കീ ആണോ നമുക്ക് വെരിഫൈ ചെയ്യേണ്ട ആ കീ നമുക്ക് ഈ കീ എന്ന പൊസിഷനിൽ റീപ്ലേസ് ചെയ്യണം. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ ഓൾറെഡി ബ്രൂണോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കളക്ഷൻസ് എന്നതിനകത്ത് ഞാൻ റിക്വസ്റ്റ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡറിനകത്ത് 5 API റിക്വസ്റ്റുകളുണ്ട്. റിക്വസ്റ്റ് എന്ന വെബ്സൈറ്റിലെ APIs ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ റിക്വസ്റ്റിനകത്തായിരിക്കും ആദ്യമേ ഞാൻ അസേഷൻസ് ആഡ് ചെയ്യാൻ പോകുന്നു. ഞാൻ ആ API സെലക്ട് ചെയ്തു. ഇവിടെ ബേസ് URL റെഡ് കളർ കാണിച്ചിരിക്കുന്നത് നമ്മൾ എൻവയൺമെന്റ് സ്വിച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നോ എൻവയൺമെന്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ എൻവയൺമെന്റ് കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യണം. QA എന്നുള്ള എൻവയൺമെന്റ് സെലക്ട് ചെയ്തു. ഗ്രീൻ കളറായി എൻവയൺമെന്റ് ചേഞ്ച് ടു QA എന്നുള്ളത് വന്നു. ഇനി നമ്മൾ ആദ്യമേ ഈ API സെൻഡ് ചെയ്യാൻ പോവാണ്. സെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മൾ അസേഷൻസ് ആഡ് ചെയ്യുന്നത്. ഈ API ഹിറ്റ് ചെയ്യുമ്പോൾ 201 സ്റ്റാറ്റസ് കോഡ് ആയിരിക്കും വരുന്നത്. അതുപോലെ ഈ ബോഡിക്കകത്ത് പാസ് ചെയ്തേക്കുന്ന നെയിമായ മോർഫ്യൂസും ജോബ് ലീഡറും ആ വാല്യൂസ് റെസ്പോൺസ് ബോഡിയിൽ വരണം. അത് നമ്മൾ വെരിഫൈ ചെയ്യും ആദ്യമേ മാനുവലി വ്യൂ ചെയ്തുകൊണ്ട്. അതിനുശേഷം നമ്മൾ അസേഷൻസ് എന്ന പാർട്ടിനകത്ത് നമ്മൾ അസേഷൻസ് ആഡ് ചെയ്യും. ഞാൻ ആദ്യമേ ഹിറ്റ് ചെയ്യുവാണ്. റെസ്പോൺസ് വന്നു, 201 ക്രിയേറ്റ് എന്നുള്ളത് വന്നു. ഇനി നമുക്ക് അസേഷൻ ആഡ് ചെയ്യേണ്ടത് സ്റ്റാറ്റസ് കോഡിന് വേണ്ടിയും അതുപോലെ നെയിം ജോബ് എന്നീ വാല്യൂസിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഇവിടെ അസേർട്ട് എന്നൊരു ടാബ് ഉണ്ട്. ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പ്രഷൻ എന്നൊരു കോളം ഉണ്ട്. ആ കോളത്തിൽ ആഡ് അസേർഷൻ എന്നൊരു ബട്ടൺ കാണും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ res.status എന്ന് ആഡ് ചെയ്യുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാറ്റസ് കോഡ് ഓപ്പറേറ്റർ ഈക്വൽസ് ചൂസ് ചെയ്ത ശേഷം വാല്യൂ എന്ന കോളത്തിൽ കൊടുക്കുക 201. ഇവിടെ പല ഓപ്പറേറ്റർ വാല്യൂസ് ഉണ്ട്. ഈക്വൽസ് ഉണ്ട്, നോട്ട് ഈക്വൽസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ടെസ്റ്റിംഗ് അനുസരിച്ചുള്ള വാല്യൂസ് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഈക്വൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നള്ളാണോ എന്ന് ചെക്ക് ചെയ്യാം, empty ആണോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയുള്ള പല ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ടെസ്റ്റിംഗ് ബെറ്റർ ആക്കുന്ന രീതിയിലുള്ള ഓപ്പറേറ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഈക്വൽസ് യൂസ് ചെയ്യുന്നു. അതുപോലെ ഇനി നെയിമിന്റെ വാല്യൂയും ജോബിന്റെ വാല്യൂയും കൂടെ അസേർട്ട് ചെയ്യാനുള്ള അസേർട്ട് ഞാൻ ആഡ് ചെയ്യുവാണ്. res.body. ഇവിടെ കീ ആണ് ഇനി അടുത്ത് കൊടുക്കുന്നത്. കീ നമുക്ക് വേണ്ടത് നെയിമാണ്. ആ നെയിം ഇവിടെ കൊടുക്കുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നെയിം മോർഫിയസ് എന്നുള്ളതാണ്. ആ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അതുപോലെ അടുത്ത് അസേർട്ട് ചെയ്യാൻ വേണ്ടി സെയിം എക്സ്പ്രഷൻ തന്നെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് കീ മാറ്റുവാണ്. കീ ജോബ് എന്നുള്ളതാണ്. അതിവിടെ കൊടുത്തു. ജോബ് എന്ന് പറയുന്ന ലീഡർ എന്നുള്ളതാണ്. അത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഇനി റിക്വസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി Ctrl+S എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നു. റിക്വസ്റ്റ് സേവ് ആയി. ഇനി നമുക്ക് ഈ API റിക്വസ്റ്റ് ഒന്നുകൂടെ സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം ടെസ്റ്റ് എന്ന ടാബിന്റെ അവിടെ ഒരു 3 എന്നൊരു കൗണ്ട്, അതായത് 3 അസേഷൻ ഉണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അത് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് 3 പാസ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാണാം അസേഷൻസ് എന്ന സെക്ഷനകത്ത് 3/3 എന്ന് കൊടുത്തിരിക്കുന്നത്. പാസ് 3, ഫെയിൽഡ് 0. ഏതൊക്കെയാണ് പാസ് ആയിരിക്കുന്ന അസേഷൻ എന്ന് കൊടുക്കുന്നുണ്ട്. 201 സ്റ്റാറ്റസ് കോഡ്, അതുപോലെ ബോഡി ചെക്ക് ചെയ്ത ആ 2 അസേഷനും പാസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്റൻഷി ഒരെണ്ണം ഫെയിൽ ചെയ്യുവാണ്. അപ്പോൾ അതനുസരിച്ച് ഈ ടെസ്റ്റ് എന്ന ടാബിലെ കൗണ്ട് മാറും, അതുപോലെ കളറും മാറും. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. മോർഫിയസിന് ഉള്ള ആ കീയുടെ വാല്യൂ ഞാൻ ഇന്റൻഷ്യലി മോർഫിയസ് 1 എന്നുള്ളത് ആക്കുവാണ്. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു Ctrl+S യൂസ് ചെയ്ത്. അതിനുശേഷം വീണ്ടും റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം
ഒരെണ്ണം ഫെയിൽഡ് ആണ്, അതുകൊണ്ടാണ് റെഡ് കളർ 1 എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ആ ഫെയിൽഡ് ആയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അസേർഷൻസ് ബ്രൂണോയിൽ ആഡ് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ ഒരു റിക്വസ്റ്റിലാണ് ആഡ് ചെയ്തത്. നിങ്ങൾ മൾട്ടിപ്പിൾ റിക്വസ്റ്റുകളിൽ ആഡ് ചെയ്ത് എല്ലാ റിക്വസ്റ്റുകൾക്കും അസേർഷൻസ് ആഡ് ചെയ്യുക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.